കർത്തൃസന്നിധി നമ്മൾ യാചിക്കുകയാണ്. ഈ ആഴ്ചയിൽ ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ വലിയ കടങ്ങളാൽ വസ്തു ലേലത്തിൽ പോകാൻ പോകുന്നവരുണ്ട്. അതെല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു. 17 ദിവസത്തിലുള്ള ആ വിഷയത്തിന് മേലും ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവരെ, ആ സ്ത്രീകളും പുരുഷന്മാരുണ്ട്, വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവര്, ആവശ്യമില്ലാതെ പെട്ടെന്ന് കലഹങ്ങളുണ്ടായി പൈശാചികമായി ഇടപെട്ടുകൊണ്ട് വാശിയും മത്സരത്തിൻ്റെ പേരിലും പിരിയാൻ പോകുന്നവർ, കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാൻ പോകുന്ന പൈശാചിക തീരുമാനങ്ങളിൽ നിന്ന് അവർ പിന്തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വിസ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പുതിയ ടെസ്റ്റിന് ഒരുങ്ങുന്നവര്, അതുപോലെ തന്നെ വിസ പുതുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവര്, പുതുക്കി കിട്ടാത്തവര്, അങ്ങനെ എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുമാന മാർഗം മുട്ടിപ്പോയവര്, ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, താങ്ങാനാവാത്ത, ചിന്തിക്കാനാവാത്ത, ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയുള്ളവര്, അവരുടെ മേൽ ജീവിതം കർത്താവ് ഇടപെടുന്ന വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പല പല ഗർഭചിത്രത്തിന് വിധേയമായവര്, മക്കളില്ലാത്തവര്, അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അവർക്ക് 3 കുഞ്ഞുങ്ങൾ വരെ ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരിലേക്ക് ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെൻഡിങ്ങിൽ കിടന്ന വിഷയങ്ങള്, വസ്തുവാകാം, സ്ഥലമാകാം, ജോലിയാകാം, ചിലപ്പോൾ അന്യാധീനപ്പെട്ടു പോയ സാമ്പത്തികമാകാം, കൈമാറി തിരിച്ചു കിട്ടാൻ പാടില്ലാത്ത അവസ്ഥയ്ക്ക് ആകുന്ന വിഷയമാകാം, നഷ്ടപ്പെട്ട വസ്തുക്കളാകാം, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോഴ് എല്ലായിടത്തുമുള്ള എല്ലാവരും, അല്ലാതെ കത്തോലിക്കർ മാത്രമല്ല, CSIക്കാർ മാത്രമല്ല, എല്ലായിടത്തുമുള്ള എല്ലാവരും, ഇന്ത്യക്കാരായാലും ശരി, ആസ്ട്രേലിയക്കാരായാലും ശരി. എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. താക്കോല് കോൺട്രാക്ടറുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെയാണ്.
പക്ഷെ അകത്ത് കയറണം, ക്രിസ്തുവിൻ്റെ കൃപയുടെ അകത്ത് കയറണമെങ്കിൽ താക്കോല് വേണം. ആ താക്കോൽ എന്താണ്? റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. എന്താണത്? മർക്കോസ് 1:15. ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ അനുതപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടക്കാതിരുന്നത്. അതാണ് വിഷയം. കേരള സഭയ്ക്ക് എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ദേശാന്തരം സംഭവിച്ച് ഇവിടെ ചോദിച്ചു പോകും. ഡൗട്ട്. ഈ രാജ്യത്ത് ഉപ്പായിട്ട് ഈ രാജ്യത്തിന് ക്രിസ്തുവിന് കൊടുക്കേണ്ട ഒരു സഭ ഇപ്പം തിരിച്ച് വേറെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പൻഡ്. എല്ലാ രാജ്യങ്ങളും ചെല്ലുമ്പോൾ പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഉണ്ട് 8-9 രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇവിടുന്ന് പോയ ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. അവിടെ സുവിശേഷ വേല ഇവിടെ അസ്തമിച്ചിരിക്കുന്നു. കർത്താവിനെ അറിയാത്ത ഈ ലോകത്ത് വന്നതിന് ശേഷം കർത്താവിനെ കൈമാറാതെ അവിടെ ജോലിക്കാര്യമായിട്ട് അവർ തിരിച്ചു വന്നവർ തിരിച്ചുപോയി. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ നൗ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു നഷ്ടവുമാണ്. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നവർ വോട്ടിൻ്റെ പേരിലാണ് പിടിച്ചു നിർത്തണത്, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എവിടെയായിരിക്കുമ്പോഴും ഇപ്പോഴത്തന്നെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കർത്താവിൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി കർത്താവ് വേറൊരു ജനതയെ ഇവിടെ സൃഷ്ടിക്കും. That is what we are seeing now in India. സുദ്ഗട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ദമ്പടിയുടെ വക്താക്കളാക്കി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന. അശ്വതി എന്നും പറഞ്ഞൊരു മോള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. ഈ നാട്ടുകാരത്തിയാണ്, ജസ്റ്റ് കലവൂരിൻ്റെ അപ്പുറത്ത് പാതിരപ്പള്ളിയുള്ള സഹോദരിയാണ്. അപ്പം അശ്വതിയുടെ സാക്ഷ്യം, അതായത് അശ്വതിയുടെ ചേച്ചിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഉള്ളൊരു കുഞ്ഞ് ലാബാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോവുകയാണ്. ലാബിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് മാറിയാണ്, റോഡ് സൈഡിലല്ല. ആരെങ്കിലും അതുപോലെ തന്നെ കഫമൊക്കെ പരിശോധിക്കാൻ വന്നാൽ കാണത്തില്ല, ലാബ് കാണത്തില്ല, ഇത് ഉള്ളിലോട്ട് മാറിയാണ്. അതുകൊണ്ട് അവിടെ ബിസിനസ് നടക്കണില്ല. അപ്പോൾ ഇത് പൂട്ടുമ്പോൾ അശ്വതിക്ക് തോന്നി, എങ്ങനെയോ ആരോ കൃപാസനത്തിന് ലിങ്ക് കൊടുത്ത് അമ്മയെ ഒന്ന് കാണാൻ തോന്നി. അപ്പം അമ്മയെ വന്ന് കണ്ട് ഇവൾക്ക് ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല. എങ്കിലും സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകാൻ തുടങ്ങിയപ്പോൾ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. സാക്ഷ്യങ്ങൾ ഏറ്റവും വലിയ ഈ സാക്ഷ്യം പറയാതിരിക്കുന്നവരെ ദൈവദൃശ്യത്തിന് വലിയ കടവാണ് കേട്ടോ, ഓർത്തേക്കണം. നിങ്ങൾ വഴി എത്രയോ മനുഷ്യർ ദൈവത്തിലേക്ക് വരാതിരുന്നിട്ട് നിങ്ങളെ വാതിലടച്ചു കളഞ്ഞു. നിങ്ങൾ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ പ്രവേശിക്കാൻ വന്നവരെ കയറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ കാലത്തുള്ള വിഷയമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന.
ആരാധന. ലൂക്ക 11:52. ലൂക്ക 11:52. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. സാക്ഷ്യം ഇതുവരെ പറയാത്തവരും അതുപോലെ തന്നെ സുവിശേഷത്തെ നിന്ദിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ്. എപ്പോഴും നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾക്ക് ഇപ്പം കൃപാസനത്തിന് തന്നെ 128 മറ്റേ വീഡിയോ എതിരായിട്ട് കിടക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. കാര്യം ഈ ഒരു സോഷ്യൽ ഓഡിറ്റിങ് കഴിഞ്ഞതാണ് ഈ സ്ഥാപനം. ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഉണ്ടാകത്തില്ല. വന്നവനും പോയവനും ക്യാമറ കണ്ടവനും വിലക്ക് വാങ്ങിയവനും എല്ലാം ഒരു കവള് കൃപാസനത്തിനെതിരെ സത്താൻ സംസാരിച്ചിരിക്കും. എത്ര വീഡിയോ ആണ്! ഓരോ വീഡിയോ കഴിയുമ്പോഴും കൃപാസനത്തിന് ആൾ നിറഞ്ഞ് കവിയാണ്. അതൊന്നും കാണുന്നില്ല. എപ്പോഴെങ്കിലും വന്നാൽ ഇവിടെ കാര്യമായിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഒരു ദിവസമെങ്കിലും ഡെയിലി ഇതല്ലേ അവസ്ഥ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് ഇപ്പോൾ കുറേ 10-50 വീഡിയോ ഒരുമിച്ചിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ മറുപടി ഒന്നും പറയാറില്ല. ഞാനിത് കാണാറുമില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കണതാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതൊന്നും കാണത്തില്ല, ശ്രദ്ധിക്കത്തുമില്ല. ഞാൻ ശ്രദ്ധിക്കണത് എന്താണ്? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ നോക്കുകയുള്ളൂ. എന്നെ കർത്താവിൻ്റെ ഒരു നിലപാടല്ലേ ഇതാ. എന്താണ് ലോകത്തിൻ്റെ അധികാരി വരുന്നു. അധികാരി അങ്ങനെ ലോകത്തിൻ്റെ അധികാരി വരും. അതൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മളങ്ങോട്ട് പൂർത്തിയാക്കുക. അല്ല ലോകത്തിൻ്റെ അധികാരിയെ തടുക്കാനോ പിടിക്കാനോ നമ്മൾ റെഡിയല്ല. വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം. ഈ വിഷയത്തിൽ ടൈമും ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള വീഡിയോ പോലും കാണത്തില്ല. ഞാൻ എന്നാ ചെയ്യും? എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും. എല്ലാവരും ഉടമ്പടിക്കാരെന്ന് ഞാൻ പറയത്തില്ല. ഉടമ്പടി ജീവിക്കുന്ന ഒരു വർഗമുണ്ട് ഇവിടെ. അത് നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയോടെ ഉണ്ടായത്, തലമുറകൾ തോറും എൻ്റെ കുടുംബം കർത്താവിൽ ഉടമ്പടിയായി ജീവിക്കുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഒരുമിച്ച് പാട്. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയും ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞ പറുദീസയായി ദൈവത്തിനെ പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്ക് പറുദീസയായി ദൈവത്തിനെ പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്ക് അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ എന്റെ അമ്മേ ഈശോ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും ബൈബിൾ വായനയും ഒക്കെ നടത്താറുണ്ട്. ഇടയ്ക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴേലും പുതുക്കുമ്പോൾ വേണം കുറച്ച് ദിവസം ചെയ്യാനായിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് തിരിച്ചു എന്നെ മാതാവ് വീണ്ടും എനിക്കായ ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ ജോലിയെല്ലാം ഞാൻ പ്രതീക്ഷിച്ച ജോലിയല്ല. അത് എനിക്ക് വന്ന് അത് എങ്ങനെ കിട്ടിയെന്ന് കൂടെ എനിക്കറിയത്തില്ല. ഇതെല്ലാം എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി, മറിയേ വാഴ്ക. ബിജു, ചെങ്ങന്നൂർ, കാരക്കാട്.
പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഇവിടുത്തെ അനുഭവസാക്ഷി ഞാൻ പറയണേ, 2022 സെപ്റ്റംബർ മാസം എൻ്റെ മോൻ കാനഡയിലേക്ക് പോകുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. അവൻ ചെന്നൈയിൽ ഓയിൽ എഞ്ചിനീയറിങ്ങിൽ മാസ്റ്റർ ബിരുദം എടുത്ത് അതിനുശേഷം ഹയർ സ്റ്റഡിക്ക് വേണ്ടി കാനഡയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു 2022. അതായത് സെപ്റ്റംബറിലാണ് അത് സ്റ്റാർട്ടായത്. അതായത് ഒക്ടോബറിൽ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ടായി 50 ദിവസത്തിന് ശേഷം ആ വിസ റിജക്റ്റായി വന്നു. അതിനുശേഷം ഞാൻ യൂട്യൂബ് കാണാറുണ്ട് കൃപാസനത്തിൽ. അപ്പോൾ എൻ്റെ വൈഫ് യുപിയിലെ ഗവൺമെൻറ് സർവീസ് ചെയ്യുന്നു. അവൾ ജനുവരി ആയപ്പോൾ വന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയുടെ ഉടമ്പെഴുത്ത് മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചാലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ശരി നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് മോൻ്റെ കാര്യത്തിന് വേണ്ടി 17-ാം തീയതി ജനുവരി ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയിട്ട് അവനോട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. രണ്ടാമതും വിസ അപ്ലൈ ചെയ്ത് 10 ദിവസത്തിന് ശേഷം അത് വീണ്ടും റിജക്റ്റായി വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒരു പ്രാവശ്യത്തെ ചാൻസോടെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾ മാതാവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ എല്ലാ രീതികളിലും എല്ലാ ക്രിയകളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകളൊന്നും മുടക്കുന്നില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ പത്രങ്ങളും പാട്ട് ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാങ്ങളും നടത്തിയിട്ട്, എന്നിട്ടും മാതാവ് നമ്മളെ കൈവിടുന്നു. അപ്പം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവ് നമ്മളെ കൈവിടില്ല. നീ ഒന്നുകൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ അവൻ ഫെബ്രുവരി 21-ാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനും മകനും കൂടെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ പേര് പോലുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മൂന്നാമത്തെ അവന് തീർച്ചയായിട്ടും അവന് വിസ വന്നിരിക്കും, ഇത് ഉറപ്പാണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കും. അങ്ങനെ ചേട്ടൻ ധൈര്യമായിട്ട് പോവുക. അങ്ങനെ അവൻ്റെ വിസ ഫെബ്രുവരി 21-ന് അപ്ലൈ ചെയ്തു. മാർച്ച് 8-ാം തീയതി അവന് വിസ വന്നു. ഇതെല്ലാം ഈശോയുടെയും മാതാവിൻ്റെയും കാര്യമാണ്. 1000 കോടി മാതാവിന് ഈശോയ്ക്കുന്നതാണ്. അങ്ങനെ അതിനുശേഷം മൂന്ന് ദിവസം എടുത്തുള്ള ആ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ എൻ്റെ മകൻ ഈ മാസം 28-ാം തീയതി അവൻ കാനഡയിലേക്ക് പോവുകയാണ്. ഇതെല്ലാം അമ്മയുടെയും ഈശോയുടെയും കാരുണ്യമാണെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നു. ഞങ്ങൾ അമ്മയോട് ഈശോയും ഞാനും എൻ്റെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഉപ്പും ഈ തേനുമൊക്കെ അവർക്ക് കൊടുത്ത് അവർ ഇപ്പോൾ സന്തോഷപൂർവ്വമായിട്ടും വളരെ സമാധാനപൂർവ്വമായിട്ട് അവർ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മാതാവിനോടും ഈശോയോടും ഉറച്ച വിശ്വാസത്തിൽ എന്നും കടപ്പെട്ടവരായിരിക്കും. മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദികൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ജോസഫ് ബേബിച്ച്, പള്ളിത്തോട് ഇടവക, ആലപ്പുഴ 20. ഞാൻ താമസിക്കുന്നത് കാക്കനാടാണ്. ഞാനിപ്പോൾ വന്നത് 20-ാം തീയതി വന്നത് മസ്കറ്റിൽ നിന്ന്. നാളെ തിരിച്ചു പോവുകയാണ്. ഈ ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നത്. ഉടമ്പടി ആദ്യം എടുക്കുന്നത് 2019 ആഗസ്റ്റിലാണ് എടുക്കുന്നത്. എടുക്കാനുണ്ടായ കാരണം 2018 ജൂൺ 4-ാം തീയതി എൻ്റെ മോളുടെ വിവാഹം നിശ്ചയിക്കാനായിട്ടിരിക്കുകയായിരുന്നു. ഡേറ്റ് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ജൂൺ 2-ാം തീയതി ഞാൻ ഫ്ലൈറ്റിന് മസ്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിരിക്കുന്നു. മസ്കറ്റിൽ ഞാൻ 28 വർഷത്തോളമായി സ്വന്തമായിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. 20 വർഷമായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഇലക്ട്രിക്കലും MEP വർക്കുകളാണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-ാം തീയതി പകൽ സമയം എൻ്റെ അക്കൗണ്ടൻറ്റ് വണ്ടിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ പോലീസ് സ്റ്റേഷനിൽ എന്തോ വണ്ടി പുതുക്കാൻ പറ്റുന്നില്ല, എന്തോ ഡോക്യുമെൻറ്റിന് എന്തോ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഒന്നും അറിയാണ്ട്, എനിക്കറിയില്ലായിരുന്നു എന്താ സംഭവിച്ചെന്നുള്ളത്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു.
അതിൻ്റെ ID കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു എന്ത് വണ്ടി എൻ്റെ പേരിലായിരുന്നു 2 വണ്ടി ഉണ്ടായിരുന്നത്, അത് അതിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ എന്നെ അവിടെ നിർത്തി, അങ്ങനെ വിട്ടില്ല. അന്ന് രാത്രി 11 മണിക്ക് ഫ്ലൈറ്റാണ്, 7 മണിക്കാണ് സംഭവം. അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിരുന്നു, ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ സബ് കോൺട്രാക്റ്റായിട്ട് എടുത്തിരുന്നു. അതൊരു 80 കോടി രൂപയുടെ ഒരു വർക്കായിരുന്നു. അതിന് 10% അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ 80 ലക്ഷം രൂപ. അതിന് ഗ്യാരണ്ടി ആയിട്ട് കമ്പനിയുടെ ചെക്കാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ വർക്ക് 9 മാസം കൊണ്ട് തീരേണ്ട വർക്ക് 25 മാസമായിട്ടും വർക്ക് തീരുന്നില്ല. അതിൻ്റെ സ്ട്രക്ചർ പോലും തീരാൻ പറ്റിയിട്ടില്ല. ഒത്തിരി സാമ്പത്തികമായിട്ട് നമുക്ക് കണക്കൂട്ടി കഴിഞ്ഞപ്പോൾ അത് നഷ്ടത്തിലായിട്ട് പോകുന്നതായിട്ട് കണ്ടു. അത് ഒത്തിരി വേരിയേഷൻ ഉണ്ടായിരുന്നു. വേരിയേഷൻ അവർ അപ്രൂവ് ചെയ്യുന്നില്ല, പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു 2017 ജൂണിൽ പണി നിർത്തിവെച്ചു. ഞാൻ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്യാരണ്ടി കൊടുത്ത പണം ഓരോ പ്രാവശ്യവും ബില്ല് കൊടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് നിന്ന് 10% ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 80 ലക്ഷത്തിൽ നിന്ന് 70 ലക്ഷം രൂപയോളം അവർ ഡിഡക്റ്റ് ചെയ്തു. ഈ 10 ലക്ഷം രൂപയോളം ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൂടെ അവർ പറഞ്ഞു ഇത് പണി തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ പേയ്മെൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ സെറ്റിൽ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉടക്കി അങ്ങനെ വെർബലി എഗ്രി ചെയ്ത് അങ്ങനെ പോകുന്നു. പക്ഷേ അവർ ഈ ചെക്ക് ഗ്യാരണ്ടി ചെക്ക് കൊടുത്തിരിക്കുന്നത് അൺഡേറ്റഡ് ചെക്കാണ്, അതിൻ്റെ ഡേറ്റ് ഇട്ടിട്ടില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ കൊണ്ട് ആ ബാങ്കിൽ കൊടുത്തത് അത് റിട്ടേൺ ആക്കി പോലീസിൽ കൊടുത്തിരുന്നു. അത് നമ്മൾക്ക് അറിയില്ലായിരുന്നത്. ആ ചെക്ക് മുഖാന്തരം അതാണ് ആ ബ്ലോക്ക് വന്നത്. അത് അവസാനം പിന്നെ അത് കോടതിയിലേക്ക് പോയി, കേസ് കോടതിയിൽ പോയി, കോടതി വിധിച്ചു. അത് ചെക്കായത് കാരണത്താൽ ചെക്കിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററിയൊന്നും കോടതി അവിടുത്തെ കോർട്ടൊന്നും നോക്കത്തില്ല. ചെക്ക് കൊടുത്തതിനാൽ നിങ്ങൾ പണം കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവസാനം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. തിരിച്ച് അത്രയും തന്നെ 80 ലക്ഷം രൂപ ഒരു 4-5 മാസം കൊണ്ടുണ്ടാക്കി അത് തിരിച്ചു കൊടുത്തു. കേസ് തീർത്ത് ഞാൻ വരുന്നത് 2019 മെയ്യിൽ നാട്ടിൽ വരുന്നു. ഉടമ്പടി പുതുക്കി മോളുടെ കല്യാണം അന്ന് പറഞ്ഞ കല്യാണം തന്നെ നടന്നു. സെപ്റ്റംബർ 12-ാം തീയതി 2019 സെപ്റ്റംബർ 12-ാം തീയതി കല്യാണം നടക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ ഈ കൊടുത്ത പണം ഡബിളായിട്ട് കൊടുത്ത പണം തിരിച്ചു കിട്ടാനായിട്ട് പിന്നെ വേറെ കോടതി കേസ് കൊടുത്തിട്ട് കോടതി നമ്മൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. പക്ഷേ നമ്മൾ കൊടുത്ത പണം എനിക്ക് തന്നത് 21 മാസം കൊണ്ട് ഗഡുക്കളായിട്ട് 4 ലക്ഷം രൂപ വെച്ചിട്ട് ഗഡുക്കളായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. ലാസ്റ്റ് ചെക്ക് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഈ ഏപ്രിൽ 25-ാം തീയതിയാണ് ലാസ്റ്റ് ചെക്ക് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊരു സാക്ഷ്യം. പിന്നെ മകളുടെ കല്യാണം എല്ലാം നടന്നു. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് 2013 അവിടെ മിനിസ്ട്രി ഓഫ് ഒമാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബ് ഞങ്ങൾ എടുത്തത്, ഒരു എയർപോർട്ടിൻ്റെ ഒരു ഇലക്ട്രിക്കൽ വർക്ക്. അതുകൊണ്ട് 250 കോടി രൂപയുടെ വർക്കായിരുന്നു. 2013 എടുത്തു. 2015 ജൂൺ ആയപ്പോഴത്തേക്കും വർക്ക് തീർന്നു. അതിൻ്റെ ഫൈനൽ ബില്ലും വേരിയേഷനും എല്ലാം ആയില്ല എന്നുള്ള രീതിയിൽ അവിടെ ക്ലയൻറ്റ് എന്തോ പല കാരണങ്ങളാൽ ഡിലേ ആക്കി. നമുക്ക് കിട്ടാനുള്ളത് എൻ്റെ ഏകദേശം ഒരു 15 കോടി രൂപയോളം കിട്ടണം, വേരിയേഷനും എല്ലാം ഫൈനൽ ബില്ലെല്ലാം കൂടി. അവർ 2018 ജൂണിൽ എന്നെ വിളിച്ചിട്ട് മീറ്റിങ്ങിന് വിളിച്ച് പറഞ്ഞു, മിനിസ്ട്രിയുടെ ആണെന്ന് തോന്നുന്നു, മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ. പറഞ്ഞു നിങ്ങൾ നേരെ പകുതിക്ക് എഗ്രി ചെയ്യണമെങ്കിൽ 2 മാസത്തിനുള്ളിൽ പണം തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും മാസമായിട്ട് അപ്പോഴത്തേക്ക് 5 വർഷം കഴിഞ്ഞു പണം കിട്ടാൻ. അപ്പോൾ കുറേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ എഗ്രി ചെയ്തു, 7 കോടി രൂപയ്ക്ക് എഗ്രി ചെയ്തു. ഓക്കെ, 2 മാസം കൊണ്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തു. പക്ഷേ 2018 അത് അവർ സൈൻ ചെയ്ത് ഡോക്യുമെൻറ്റും കൊടുത്തതിന് ശേഷം അവർ പണം തന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ 2019 ഈ മോളുടെ വിവാഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നതും എൻ്റെ പെങ്ങൾ വന്ന് ആ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എൻ്റെ പെങ്ങൾ വന്ന് ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2018 ഉടമ്പടി എടുത്ത് എൻ്റെ പേരിലാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ആ ഉടമ്പടിയിൽ ഈ കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഇതെല്ലാം വെക്കാൻ പറഞ്ഞിരുന്നു. ഈ പണം കിട്ടാനുള്ള പണവും ഈ കല്യാണത്തിൻ്റെ കാര്യവും ഈ പഴയ കേസിൻ്റെ കാര്യവും എല്ലാം അവളെ വെച്ചിരുന്നു. അത് ഇനി
2018 അവർ തരാമെന്ന് പറഞ്ഞൊന്നും പണം തന്നില്ല, നീണ്ടുപോയി. അങ്ങനെ ഇരിക്കും. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വ്യക്തിയുമായിട്ട് ഞാൻ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്നു, ഒരു മലയാളി തന്നെ. ആ വ്യക്തി അവിടുത്തെ ഒരു ഹയർ ലെവലിലുള്ള ഒരു ഒമാനി അഡ്വക്കേറ്റിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെ എന്ന് പറഞ്ഞാൽ മതി ആ വ്യക്തിയെ പരിചയപ്പെടാനും. ആ വ്യക്തി എന്നെ ആ ഒമാനി അഡ്വക്കേറ്റിലേക്ക് കൊണ്ടുപോയി. ആ അഡ്വക്കേറ്റ് മുഖാന്തരമാണ് ആ പണം എനിക്ക് കിട്ടുന്നത്. 7.5 വർഷം കഴിഞ്ഞ് കിട്ടി. ഈ 2022 മാർച്ച് 30 7 കോടി രൂപ കിട്ടി. പക്ഷേ 7.5 വർഷം കഴിഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കിട്ടി. അത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വേറൊരു കമ്പനിയിൽ നിന്ന് കുറേ പണം കിട്ടാനുണ്ടായിരുന്നു. അതും 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം 1 കോടി രൂപ ഉണ്ട്, അതും